തിരഞ്ഞെടുപ്പ് രംഗം എങ്ങനെയുണ്ടാവും? ഒരു ചിത്രം തെളിയാൻ ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണല്ലോ. എറണാകുളത്ത് 14 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. എങ്ങനെ നോക്കിക്കാണും? ലക്ഷ്മി, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് എറണാകുളം. ഇവിടെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കൃത്യമായ ചിട്ടയോടുള്ള പ്രവർത്തനങ്ങൾ മൂന്ന് മുന്നണികളും മുന്നോട്ട് വെക്കുമ്പോൾ വളരെ ഈ കടുത്ത വേനലിലും ഒരു തരത്തിലുള്ള അയവുമില്ലാതെ പ്രചരണം മുന്നോട്ട് പോകുന്നു. ഏത് മുന്നണിയെ പിന്തുണയ്ക്കണം എന്ന കാര്യത്തിൽ ഓരോ വോട്ടർമാരിലും കൃത്യമായ അഭിപ്രായങ്ങൾ മൂന്ന് മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ രീതിയിൽ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ അല്പം വൈകിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതെങ്കിലും പിന്നീടുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ട് NDA സ്ഥാനാർത്ഥിയും മറ്റുള്ളവർക്ക് ഒപ്പം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രികകളെല്ലാം കഴിഞ്ഞ് ഓരോ മുന്നണിയുടെയും ആദ്യഘട്ട പ്രചരണങ്ങളെല്ലാം തന്നെ അവസാനിച്ച് ഇനിയും മണ്ഡല പര്യടനങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ഇതിനിടയ്ക്ക് വിഷുവും പെരുന്നാളും വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അയവ് കൂടി കണ്ടുകൊണ്ട് കൂടുതൽ ശക്തമായി കിട്ടുന്ന സമയങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നീക്കം തന്നെയാണ് മൂന്ന് മുന്നണികളും നടത്തുന്നത്. ഇതിനിടയിൽ നമുക്ക് എടുത്തു പറയേണ്ടത് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനെ ഈ മധ്യ കേരളത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഒരു അപരനെ കൊണ്ടുണ്ടാവുന്നത് ഫ്രാൻസിസ് ജോർജ് എന്ന കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിക്കാണ്. അവിടെ 2 പേരാണ് ഫ്രാൻസിസ് ജോർജ് എന്ന പേരോടുകൂടി തന്നെ ഉള്ളത്. അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഫ്രാൻസിസ് ജോർജിനുണ്ട്. ഒപ്പം ചിഹ്നവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഫ്രാൻസിസ് ജോർജിന് ചിഹ്നവും ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഒരു സമയത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഈ അപരന്മാർ പിൻവലിക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളും UDFന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നതാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഓരോ മണ്ഡലങ്ങളിലും അതിശക്തമായ, ഇപ്പോൾ തൃശ്ശൂരിലെ നോക്കിയാൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് തൃശ്ശൂര്. അവിടെ ശക്തമായ ത്രികോണ മത്സരം, രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു. അതിലുപരി കേന്ദ്രമന്ത്രിയാവാനുള്ള എല്ലാവിധ സാധ്യതയുമായി സുരേഷ് ഗോപി മത്സരിക്കുന്നു. അവിടെ പ്രധാനമന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ള സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഓളവും അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ വോട്ടർമാർക്കുള്ള ഒരു പ്രതീക്ഷയും. എന്നാൽ തൃശ്ശൂരുകാരൻ തന്നെയായ PS സുനിൽകുമാർ, അതിലുപരി കരുണാകരൻ്റെ മകൻ എന്ന നിലയിൽ കെ മുരളീധരൻ, ഈ രീതിയിൽ 3 ശക്തരായ സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. അവിടെ കേന്ദ്രത്തിലേക്ക് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നവരെ ആവുമോ വോട്ടർമാർ തെരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. ഈ രീതിയിൽ മധ്യ കേരളത്തിൽ ഒട്ടാകെ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ആലപ്പുഴയിലേക്ക് പോയാലും അത് തന്നെ നമുക്ക് കാണാൻ കഴിയും. ശോഭാ സുരേന്ദ്രനും സിറ്റിംഗ് MP കൂടിയായ AM ആരിഫും KC വേണുഗോപാലും മത്സരിക്കുന്നു. എന്നാൽ ഇവിടങ്ങളിലെല്ലാം ശ്രദ്ധേയമായ കാര്യം, ഇന്നലെ തന്നെ സുരേഷ് ഗോപിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കെട്ടിവെക്കാനുള്ള കാശ് കൊടുത്തത് തീരമേഖലയിൽ നിന്നുള്ളവരാണ്. അവിടെ വലിയ പ്രതീക്ഷയിൽ തീരമേഖലയിലെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമെല്ലാം പരിഹാരം കാണാൻ സുരേഷ് ഗോപിയിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് അവർ ആ രീതിയിൽ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി എത്തുന്നത്. കോട്ടയത്തേക്ക് ചെല്ലുമ്പോൾ റബ്ബർ കർഷകർ ഇതേ രീതിയിൽ NDA സ്ഥാനാർത്ഥിയോടെ സമീപിക്കുന്നു. അതേ സാഹചര്യം തന്നെ ആലപ്പുഴയിൽ വരുമ്പോൾ കയർ തൊഴിലാളികളും അതോടൊപ്പം തന്നെ കർഷകരും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും അതേ രീതിയിൽ ശോഭാ സുരേന്ദ്രനെ സമീപിക്കുന്ന കാഴ്ച. ഈ രീതിയിൽ പ്രശ്നങ്ങൾ നേരിടുന്ന മേഖലകളിലെ വോട്ടർമാരെല്ലാം തന്നെ NDA സ്ഥാനാർത്ഥികളിൽ അഭയം പ്രാപിക്കുന്ന ആ ഒരു രീതി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് NDAയുടെ ഒരു മുന്നേറ്റത്തിന്റെ സാധ്യതയായി വിലയിരുത്തപ്പെടുന്നതും. ലക്ഷ്മി, സുധീഷ്, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കുമോ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന NDA സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സുകൾ അല്ലെ പോസ്റ്ററുകളൊക്കെ നശിപ്പിക്കുന്ന ഒരു രീതി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വലിയ ചിത്രമുണ്ട്, ഫ്ലക്സ് വെച്ച് അത് എടുത്തു മാറ്റുന്നു. അധികൃതർ തന്നെ വന്ന് എടുത്തു മാറ്റുന്ന ഒരു സംഭവം, അത് പിന്നെ തിരികെ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ചിത്രം അത് വലിച്ചു കയറി ആരിഫിൻ്റെ മുഖം അവിടെ ഒട്ടിക്കുന്ന ഒരു രീതി, അതെല്ലാം ഒരുപക്ഷെ ഈ NDA സ്ഥാനാർത്ഥികൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്തുന്നു. മാത്രമല്ല ഈ വോട്ടർമാരുടെ മനസ്സും ഏറെക്കുറെ അവരോടൊപ്പമാണ് എന്നൊരു ഭയം മൂലമാണ് എന്നൊരു വിലയിരുത്തലുണ്ടല്ലോ. ലക്ഷ്മി, ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, കടുത്ത ഭരണവിരുദ്ധ വികാരം സംസ്ഥാന സർക്കാരിനെതിരെ നിലനിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുകൂലമായ ഒരു തരംഗം തന്നെ സംസ്ഥാനത്തുണ്ട്. ആ ഒരു വികാരം അത് LDFന് കനത്ത തിരിച്ചടിയാവുമ്പോൾ തന്നെ മുൻകാലങ്ങളിൽ UDFന് പോയിരുന്ന ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വോട്ട് അത് പൂർണ്ണമായും UDFന് കിട്ടാത്ത സാഹചര്യം വരുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും NDAയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ആ രീതിയിൽ ഇരു മുന്നണികളും NDAയുടെ പ്രചരണത്തിലും ഇല്ലെങ്കിൽ NDAക്ക് ഇത്തവണ
കാരണം ജനങ്ങൾ നൽകുന്ന പിന്തുണയിലും വലിയ രീതിയിൽ ആശങ്ക നേരിടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് എറണാകുളത്ത് ജനസഭ നടത്തിയപ്പോൾ തന്നെ അറിയാം, UDF പ്രവർത്തകർ BJP പ്രവർത്തകരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോലും പോയിരുന്നു. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ തൃശ്ശൂരും കോട്ടയത്തും NDA സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾക്ക് നേരെയുള്ള വലിയ ആക്രമണം. കോട്ടയത്തും സമാന രീതിയിൽ ഉദ്യോഗസ്ഥർ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെ പോസ്റ്ററുകൾ കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെയാണ് തൃശ്ശൂരും ഉണ്ടായത്. ആലപ്പുഴയെ സംബന്ധിച്ചുള്ളത് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റർ കീറി മാറ്റി, ഇല്ലെങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രന്റെ മുഖത്തിന് പകരം ആ AM ആരിഫിന്റെ പോസ്റ്ററുകൾ പതിക്കുന്ന ഒരു സാഹചര്യം. ഈ രീതിയിലെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഒരു തരത്തിലും NDAയുടെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തരുത് എന്ന രീതിയിലുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു. ഇതെല്ലാം തന്നെ തോൽവി ഭയന്നുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു തിരിച്ചടി ഭയന്നുകൊണ്ടാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ലക്ഷ്മി. സുധീഷ് ഗോപാലാണ് മധ്യ കേരളത്തിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.